ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ HSST ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന HSST ജോഗ്രഫി നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു കഴിഞ്ഞു. ഹൈപ്രപ്പിൽ ജാനുവരി 9 മുതൽ HSST ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് HSST ജോഗ്രഫി സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കോൺസെപ്റ്റ്സ് ആൻഡ് ട്രെൻഡ്സ് ഇൻ ജോഗ്രഫി. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ജോഗ്രഫേഴ്സ്. അതിൽ ഗ്രീക്ക്, റോമൻ, ഇന്ത്യൻ, അറബിക് അങ്ങനെ ധാരാളം ജോഗ്രഫേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ചർച്ച ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഗ്രീക്ക് ജോഗ്രഫേഴ്സ് ആണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ ഗ്രീക്സ് ആർ കൺസിഡേർഡ് ആസ് പൈനിയേഴ്സ് ഇൻ മെനി ബ്രാഞ്ചസ് ഓഫ് നോളജ്. ഏതൊരു വിജ്ഞാനശാഖ നമ്മൾ എടുത്തു നോക്കിയാലും അതിലെ ഒരു പ്രഥമക്കാരാണ് ആര്? ഗ്രീക്സ് എന്ന് പറയുന്നത്. ഗ്രീക്ക് ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. പ്ലേറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഇറാത്തോസ്തനസ്, അതുപോലെ തന്നെ അനാക്സിമാൻഡർ എന്നൊക്കെ പറയുന്ന ജോഗ്രഫേഴ്സ്. പിന്നീട് നമുക്ക് അറിയാം അവരുടെ കോൺട്രിബ്യൂഷൻസ് എത്രമാത്രം വലുതാണ് ഈ ഒരു സബ്ജക്റ്റിൽ എന്നത്. സോ അവരുടെ ഒരു കാലഘട്ടം, ഈ ഗ്രീക്സിൻ്റെ കാലഘട്ടത്തെ ഗ്രീസിൽ ഗോൾഡൻ ഏജ്, നമ്മൾ ഈ പറയാൻ പോകുന്നവരുടെ കാലഘട്ടം ഗ്രീസിലെ ഗോൾഡൻ ഏജ്, സുവർണ്ണ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ ഇവരുടെ സ്വന്തമായി വന്നതല്ലാതെ ഇവർ മറ്റ് കോൺസെപ്റ്റ്സുകളൊക്കെ പലരിൽ നിന്നും അവരുടെ സമകാലികരിൽ നിന്ന് എടുത്തതായിട്ട് കാണാൻ സാധിക്കും. സോ ദേ ബോറോഡ് മെനി കോൺസെപ്റ്റ്സ് ഓഫ് ആസ്ട്രോണമി, ജോമെട്രി, മാത്തമാറ്റിക്സ് ഫ്രം കാൽഡിയൻസ്, ഈജിപ്ഷ്യൻസ്, സുമേറിയൻസ്, അസീറിയൻസ് എന്നീ പറയുന്നവരിൽ നിന്നെല്ലാം അവരുടെ സമകാലികരാണ്. അതിനു മുമ്പുള്ളവരൊക്കെയാണ്. അവരുടെ ആശയങ്ങളിൽ നിന്നെല്ലാം ഇവർ എടുത്തിട്ടുണ്ട്. അവരുടെ പല കോൺസെപ്റ്റ്സ് എടുത്തതായിട്ടും കാണാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ഗ്രീസ് ആണ്. അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ജോഗ്രഫിയിൽ സംഭാവനകൾ നൽകാൻ സാധിച്ചത് എന്ന് പറയുന്നത് അവരുടെ ലൊക്കേഷൻ തന്നെയാണ്. ആ ലൊക്കേഷൻ ആസ്പെക്ട് ഇന്ന് നമ്മൾ ജോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെ, ഏതൊരു കാര്യത്തിലും ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ ഇവരെ ഒരുപാട് കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഇവരെ സഹായിച്ചു എന്നതും നമുക്ക് കാണാൻ സാധിക്കും. ലൊക്കേഷൻ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയോട് ചേർന്നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രീസ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സൗത്ത് ഈസ്റ്റ് യൂറോപ്യൻ കൺട്രിയാണ് ഗ്രീസ് എന്ന് പറയുന്നത്. അതിന് പുറമേ ഇവർക്ക് ധാരാളം, അന്നത്തെ ഗ്രീസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുതാണ്, മറ്റ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് വരുന്നതായിരുന്നു, ഏരിയാസ് വരുന്നതായിരുന്നു. ഇവർക്ക് ധാരാളം ഡൈവേഴ്സിറ്റി ഉണ്ട്. സ്നോ കവേർഡ് ആയിട്ടുള്ള പീക്സ്, ഫോൾഡഡ് മൗണ്ടൻസ്, കാസ്റ്റ് ടോപ്പോഗ്രഫി. ജോഗ്രഫിയിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കാസ്റ്റ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ അതിൻ്റെ ജിയോമോർഫോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറഞ്ഞ ജിയോമോർഫോളജി ആയിക്കോട്ടെ, ക്ലൈമറ്റോളജി ആയിക്കോട്ടെ, ഓഷ്യനോഗ്രഫി ആയിക്കോട്ടെ, ഇതിലെല്ലാം ധാരാളം കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിച്ചു. ഇനി ഇതെല്ലാം പറയുമ്പോഴും ഇവരുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ കൂടുതലും ലോക്കലൈസ്ഡ് ആയിരുന്നു. ഓക്കെ, അതായത് ഇവരുടെ പല മാപ്പുകളായിക്കോട്ടെ, കണ്ടുപിടുത്തങ്ങളെല്ലാം ഇവരുടെ ചുറ്റപ്പെട്ട്, ഇവരുടെ ഒരു റീജിയനെ ചുറ്റപ്പെട്ട് മാത്രം നിന്നതായിട്ടും കാണാൻ സാധിക്കും. ഇതൊരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, എങ്കിലും നമുക്കതിൽ പറയാൻ പറ്റുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതാണ്. ഒരു ലോക്കലൈസ്ഡ് ആയിട്ടാണ് പല ഫിലോസഫേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസ് നൽകിയതെന്നും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഓരോ വ്യക്തികളെ പരിശോധിക്കാം, ഓരോ ഫിലോസഫേഴ്സെയും അവരുടെ കോൺട്രിബ്യൂഷൻസ് ജോഗ്രഫിയിൽ എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഒരു പോയറ്റാണ്, ഹോമർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 750 BC ടു 700 BC ആണ്. ഹോമർ വാസ് എ ഗ്രേറ്റ് പോയറ്റ്. ഗ്രീസിലെ അന്നത്തെ വലിയൊരു പോയറ്റ് ആയിരുന്നു ഈ പറയുന്ന ഹോമർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് ഇലിയാഡും ഒഡീസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുകയാണെങ്കിൽ ഇലിയാഡ് ആൻഡ് ഒഡീസി വർ ദ വർക്ക്സ് ഓഫ് ഹോമർ. ഓക്കെ, ഈ 2 വർക്ക്സ് എന്ന് പറയുന്നത് ട്രോജൻ വാറിലെ പല സംഭവങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ട്രോജൻ വാർ എന്ന് പറയുന്നത് ഗ്രീസിലെ വലിയൊരു, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളൊരു വലിയ യുദ്ധമാണ്. അതിനകത്തും ഒരുപാട് ജോഗ്രഫിക്കലായിട്ടുള്ള ഫിനോമിനാസ് മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നതും നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ വേൾഡിലെ പല ജോഗ്രഫിക്കൽ ഫിനോമിനാസ് ഈ ട്രോജൻ വാറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോഗ്രഫി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഈ 2 വർക്ക്സും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ജോഗ്രഫിയിൽ നൽകി. ഹോമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമറിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയതാണ് 4 വിൻഡുകൾ. കഴിഞ്ഞ HSST എക്സാമിനൊക്കെ ചോദിച്ചൊരു ഏരിയ ആണ് അദ്ദേഹത്തിൻ്റെ വിൻഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പലതിലും നമുക്ക് കാണാൻ സാധിക്കും. PSC പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് ഈ ഹോമറും അദ്ദേഹത്തിൻ്റെ വിൻഡുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിൻഡുകളെ പറ്റി പറയുകയാണെങ്കിൽ 4 വിൻഡാണ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത്: ബോറസ്, യൂറസ്, നോട്ടസ്, സെഫൈറസ്. ഇത് ഓർഡറിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അതായത് നമുക്ക് നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, ഇതാണല്ലോ ക്ലോക്ക് വൈസിൽ നമ്മൾ പറയുമ്പോൾ. ഇപ്പോൾ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏരിയകൾ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ബോറസ് എന്ന് പറയുന്നത് നോർത്ത് വിൻഡാണ്. ഇതൊരു
കൂൾ വിൻഡാണ്. അതൊരു വളരെ തണുത്ത, അതുപോലെ തന്നെ ആകാശം എന്ന് പറയുന്നത് ക്ലിയർ സ്കൈ, ആ ഒരു ടൈം, അങ്ങനെയുള്ള ഒരു ടൈമിൽ വീശുന്ന കാറ്റായിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ബോറസ് അല്ലെങ്കിൽ നോർത്ത് വിൻഡിനെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൂൾ വിൻഡ് വിത്ത് ക്ലിയർ സ്കൈസ്, അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ബോറസ് നോർത്ത് വിൻഡാണ്. അടുത്തത് ഈസ്റ്റ്. ബോറസ് കഴിഞ്ഞാൽ പിന്നീട് ക്ലോക്ക് വൈസിൽ പറയുകയാണെങ്കിൽ ഈസ്റ്റിൽ വരുന്നതാണ് യൂറസ് എന്ന് പറയുന്നത്. യൂറസ് ഒരു ഈസ്റ്റ് വിൻഡാണ്, വാം ആൻഡ് ജെന്റിൽ വിൻഡാണ്. അപ്പോൾ യൂറസിൻ്റെ പ്രത്യേകത എന്താണ്? വാം ആൻഡ് ജെന്റിൽ വിൻഡാണ്. ഒന്നുകൂടി പറയാം, ബോറസ് നോർത്ത് വിൻഡാണ്, കൂൾ വിൻഡാണ്. എങ്കിൽ യൂറസ് എന്ന് പറയുന്ന ഈസ്റ്റ് വിൻഡ്, ഈ യൂറസ് അത് ഓർത്തിരിക്കുക എളുപ്പമാണ്, ഈ ഫോർ ഈസ്റ്റ് എന്ന് ഓർക്കാം. യൂറസ് എന്ന് പറയുന്നത് ഒരു വാം ആൻഡ് ജെന്റിൽ വിൻഡാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നോട്ടസ് ആണ്. നോട്ടസ് എന്ന് പറയുന്നത് സൗത്ത് വിൻഡാണ്. കൺഫ്യൂഷൻ വരരുത്, നോട്ടസ് എന്ന് പറയുന്നത് സൗത്ത് വിൻഡാണ്. ഈക്ക് മാത്രമേ നമ്മൾ യൂറസ് ഈസ്റ്റ് എന്ന് ഓർത്തോളൂ. നോട്ടസ് നോർത്ത് അല്ല, സൗത്ത് വിൻഡാണ്. ഇതിന് പ്രത്യേകത കുറച്ചുകൂടി ഒരു എന്താണ്, സ്റ്റോമിനെയൊക്കെ, അഡ്വാൻസിങ് സ്റ്റോമിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വിൻഡാണ് നോട്ടസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഏറ്റവും ഡ്രെഡഡ് ആയിട്ടുള്ള വിൻഡ്, ഭയങ്കര ഒരു എന്താണ് കൊടുങ്കാറ്റായിട്ടൊക്കെ കണക്കാക്കുന്നത് വെസ്റ്റ് വിൻഡാണ്, അതായത് സെഫൈറസ് ആണ്. അപ്പം ഒന്നുകൂടി പറയാം, ബോറസ് എന്ന് പറയുന്നത് നോർത്ത് വിൻഡാണ്, ബോറസ് എന്ന് പറയുന്നത് കൂൾ വിൻഡാണെങ്കിൽ യൂറസ് എന്ന് പറയുന്നത് ഈസ്റ്റ് വിൻഡ് എന്ന് പറയുന്നത് ഒരു വാം ആൻഡ് ജെന്റിൽ വിൻഡാണ്. പിന്നീട് സൗത്ത് വിൻഡായിട്ടുള്ള നോട്ടസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോമിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഏറ്റവും ഡ്രെഡഡ് വയലൻ്റ് ആയിട്ടുള്ള വിൻഡാണ് സെഫൈറസ് ആയ വെസ്റ്റ് വിൻഡ്. ഒന്നുകൂടി അതായത് ആദ്യം ബോറസ് ആണ്, ബോറസ്, യൂറസ്, നോട്ടസ്, സെഫൈറസ്. ബോറസ്, യൂറസ്, നോട്ടസ്, സെഫൈറസ്, 4 വിൻഡുകൾ ഹോമറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി മറ്റ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ഈ പോയറ്റ്സിൽ, അദ്ദേഹം ഒരു പോയറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പറഞ്ഞ സർഗാത്മകമായ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. സ്കൈനെ അദ്ദേഹം വോൾട്ട് ഓഫ് ഹെവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതൊരു കോൺകേവ് സോളിഡ് സർഫസ് ആണെന്നും എർത്തിന് ഒരു സർക്കുലർ ഫോം ആയിട്ടും ഒക്കെയാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്, സറൗണ്ടഡ് ബൈ ഓഷ്യൻ വാട്ടർ. അപ്പോൾ അദ്ദേഹം അന്നത്തെ ഇവരുടെ പരിമിതമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ നിന്നാണ് ഇതെല്ലാം അദ്ദേഹം, അതായത് പോയറ്റ് കൂടി ആയതുകൊണ്ട് അങ്ങനെയെല്ലാമാണ് അദ്ദേഹം എഴുതിയിരുന്നത് പോയംസിൽ. പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ ഒരു എർത്ത് നിൽക്കുന്നത് പില്ലേഴ്സിലാണ്. ഈ സ്കൈയും എർത്തും ഒക്കെ വരുന്ന ഒരു പാർട്ട് നിൽക്കുന്നത് ഒരു പില്ലേഴ്സിലാണ്. ആ പില്ലേഴ്സിൻ്റെ ചാർജ് അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ടൈറ്റൻ ആണ്, ഗ്രീക്ക് ടൈറ്റൻ ആണ് അറ്റ്ലസ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ ചാർജ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ചിലവരൊക്കെ വിചാരിക്കുന്ന പോലെ സൂര്യൻ കടലിൽ അസ്തമിച്ച് ഉയർന്നു പൊങ്ങുന്നു എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹം ആണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. സൺ റോസ് ഔട്ട് ഓഫ് ഓഷ്യൻ സ്ട്രീം ആൻഡ് അഗെയിൻ സാങ്ക് ഇൻ ടു ദ സെയിം എന്ന രീതിയിൽ, കടലിൽ തന്നെ വന്ന് താന്ന് കടലിൽ നിന്ന് ഉയർന്നു വരുന്നു സൂര്യൻ, അതുപോലെ മറ്റ് നക്ഷത്രങ്ങളും എല്ലാം അങ്ങനെയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, അന്നത്തെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക സുഹൃത്തുക്കളെ, ഹോമറിൻ്റെ കാലഘട്ടം അങ്ങനെ ചോദിക്കാറില്ലെങ്കിലും ഹോമർ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പോയറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോഗ്രഫിയിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോയംസ്, 2 വർക്ക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇലിയാഡ് ആൻഡ് ഒഡീസി, ട്രോജൻ വാറുമായി ബന്ധപ്പെട്ട 2 പോയംസ് ആണ് അത് രണ്ടും. അതിനകത്താണ് 4 വിൻഡുകളെ പറ്റി അദ്ദേഹം പറയുന്നത്. ഏതെല്ലാമാണ്? ബോറസ് നോർത്ത് വിൻഡ്, യൂറസ് ഈസ്റ്റ് വിൻഡ്, നോട്ടസ് സൗത്ത് വിൻഡ്, സെഫൈറസ് വെസ്റ്റ് വിൻഡ്. ഇതിൽ ആദ്യത്തേത് ഒരു കൂൾ കാം വിൻഡ് ആണെങ്കിൽ പിന്നീട് വരുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ജോഗ്രഫർ അല്ലെങ്കിൽ ഫിലോസഫർ, ഗ്രീക്ക് ഫിലോസഫർ എന്ന് പറയുന്നത് തെയ്ലീസ് ആണ്. തെയ്ലീസ് ഓഫ് മൈലറ്റസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. തെയ്ലീസിൻ്റെ കാലഘട്ടം 624 BC ടു 545 BC ആണ്. ഇദ്ദേഹം എന്ന് പറയാം, ഇനി ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു പോയറ്റാണ്. പക്ഷേ ജോഗ്രഫിയിൽ പിന്നീട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വിൻഡുകളുടെയും ആ ഒരു എർത്തിൻ്റെ ഒരു നമ്മുടെ കോൺസെപ്റ്റൊക്കെ കൊണ്ടുവരാൻ സഹായിച്ചതായിട്ട് കാണാമെങ്കിൽ, തെയ്ലീസിലോട്ട് വരുവാണെങ്കിൽ അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യനാണ്. ജോഗ്രഫിയിലെ ആദ്യമായി മാത്തമാറ്റീഷ്യൻ ട്രഡീഷൻ കൊണ്ടുവന്ന ഒരു പൈനിയറാണ് തെയ്ലീസ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ എർത്ത് അദ്ദേഹം കണ്ടെത്തിയത് ഒരു ഡിസ്ക് ഷേപ്പായിട്ടാണ്, ഫ്ലാറ്റ് ഷേപ്പായിട്ടുള്ളൊരു വസ്തുവായിട്ടാണ് അദ്ദേഹം എർത്തിനെ കണക്കാക്കിയത്. അതുപോലെ തന്നെ കോസ്മോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ, കോസ്മോളജി ബേസ്ഡ് ഓൺ വാട്ടർ ആസ് ആൻ എസെൻസ് ഓഫ് ഓൾ മാറ്റർ എന്നും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഹി വാസ് ഓൾസോ ദ ഫസ്റ്റ് ടു ഇനിഷ്യേറ്റ് മെഷർമെൻറ്റ് ഓഫ് എർത്ത്. ഞാൻ പറഞ്ഞല്ലോ, മാത്തമാറ്റീഷ്യൻ എന്ന രീതിയിൽ കണക്ക് കൂട്ടലുകൾ അല്ലെങ്കിൽ എർത്തിൻ്റെ പല മെഷർമെൻറ്റ്സ് ഒക്കെ ആദ്യമായി പറഞ്ഞത്, ശരി പിന്നീട് അതിന് മാറ്റങ്ങൾ വന്നെങ്കിലും ആദ്യമായി ഈ പറഞ്ഞ മെഷർമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത് തെയ്ലീസ് ആണ്. ആൻഡ് ട്രൈ ടു ലൊക്കേറ്റ് തിങ്സ് ഓൺ ഫേസ് ഓഫ് എർത്ത്, ദസ് എസ്റ്റാബ്ലിഷിംഗ് എ മാത്തമാറ്റിക്കൽ ട്രഡീഷൻ ഇൻ ജോഗ്രഫി.
പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അനാക്സിമാൻഡറും എല്ലാം മാത്തമാറ്റീഷ്യൻ അല്ലെങ്കിൽ ജോഗ്രഫേഴ്സ്, മാത്തമാറ്റീഷ്യൻസ് എന്ന രീതിയിലും മാത്തമാറ്റിക്കൽ ജോഗ്രഫേഴ്സ് എന്ന രീതിയിലുമൊക്കെ അറിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമുക്ക് മാത്തമാറ്റിക്കൽ ജോഗ്രഫിയുടെ ഫൗണ്ടറായിട്ട് കണക്കാക്കാം. ആരാണ്? തെയ്ലീസ് ഓഫ് മൈലറ്റസ് എന്ന് പറയുന്നത്. അതിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത് അദ്ദേഹം മാത്തമാറ്റിക്കൽ ട്രഡീഷൻ കൊണ്ടുവന്നു എന്നതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള മറ്റൊരു ജോഗ്രഫർ, പിന്നീട് ജോഗ്രഫർ ആയ ആളാണ് അനാക്സിമാൻഡർ എന്ന് പറയുന്നത്. കാരണം അനാക്സിമാൻഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ജോഗ്രഫിയിൽ. കാരണം ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ മികച്ചതായിരുന്നു. അതായത് ഈ പറഞ്ഞ നോമോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബാബിലോണിയൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. സൺഡയലിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സൺഡയൽ നമ്മൾ സണ്ണിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്ത് സമയം കണ്ടെത്തുന്ന ഒരു ഉപകരണമാണ് സൺഡയൽ. ഈ സൺഡയലാണ് അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം, അത് കാണാൻ സാധിക്കും. അതിൽ മുകളിലിരിക്കുന്ന പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നോമോൺ എന്ന് പറയുന്നത്. ആദ്യം നോമോണാണ് വരുന്നത്, പിന്നീടാണ് ഈ സൺഡയൽ എന്നൊക്കെ ഉള്ള ആശയം പിന്നീടുള്ളവർക്ക് അത് കിട്ടുന്നത്. അപ്പോൾ ഈ നോമോൺ എന്ന് പറയുന്ന ബാബിലോണിയൻ ഇൻസ്ട്രുമെൻ്റ് ആദ്യമായി ഉണ്ടാക്കിയ അല്ലെങ്കിൽ കണ്ടെത്തിയ വ്യക്തിയാണ് അനാക്സിമാൻഡർ. ഇദ്ദേഹം ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ തെയ്ലീസിൻ്റെ സ്റ്റുഡൻ്റ് ആണ്, അതായത് പിന്നീട് വന്ന വ്യക്തിയാണെന്നും കാണാൻ സാധിക്കും. മാത്തമാറ്റിക്കൽ ട്രഡീഷൻ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹവും ഒരുപാട് പോപ്പുലറൈസ് ചെയ്തു. ഇനി ഇദ്ദേഹത്തെ നമ്മൾ ഫൗണ്ടർ ഓഫ് മാത്തമാറ്റിക്കൽ ജോഗ്രഫി എന്നും കണക്കാക്കാറുണ്ട്. നേരത്തെ നമ്മൾ തെയ്ലീസിനെ രണ്ടുപേരും പറയാറുണ്ട്. അനാക്സിമാൻഡർ ആൻഡ് അല്ലെങ്കിൽ തെയ്ലീസ് ആൻഡ് അനാക്സിമാൻഡർ ആർ കൺസിഡേർഡ് ആസ് ഫൗണ്ടേഴ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ജോഗ്രഫി എന്നും പറയാറുണ്ട്. ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഫസ്റ്റ് വേൾഡ് മാപ്പ്. ഇന്നത്തെ വേൾഡ് മാപ്പുമായിട്ട് യാതൊരു സാമ്യവും നമുക്ക് അതിനെ കണക്കാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ മാപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, വേൾഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജോഗ്രഫിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് അനാക്സിമാൻഡർ. ഹിസ് മാപ്പ് വാസ് സർക്കുലർ, അല്ലേ? ഇന്നത്തെ കണക്ക് ഉള്ള ഒരു മർക്കാറ്റർ പ്രൊജക്ഷൻ ഒന്നും അല്ല, ഒരു സർക്കുലർ ആയിരുന്നു. ബോണ്ടഡ് ഓൾ സൈഡ്സ് ബൈ ഓഷൻ റിവർ, അല്ലെങ്കിൽ ഒരു കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നടുക്ക് കുറച്ച് ഏരിയാസ് മാത്രം വരുന്ന ഒരു മാപ്പാണ് അദ്ദേഹം ഉണ്ടാക്കിയത് അന്നത്തെ കാലത്ത്. പിന്നെ ഫാദർ ഓഫ് കോസ്മോളജി, ഫൗണ്ടർ ഓഫ് ആസ്ട്രോണമി എന്നെല്ലാം ലേബൽ നമ്മൾ അനാക്സിമാൻഡർ നൽകാറുണ്ട്. അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, നമ്മുടെ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടേംസ്, കീ വേർഡ്സ് ആണ് ലാറ്റ് ആൻഡ് ലോങ്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ആദ്യമായി ജോഗ്രഫിയിൽ ഉപയോഗിച്ച വ്യക്തിയും അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിലൂടെ കൊണ്ടുവന്ന വ്യക്തിയും അനാക്സിമാൻഡർ ആണ്. അപ്പം മാപ്പ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്നെല്ലാം കാര്യങ്ങളിൽ ഓർത്തിരിക്കുക. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നോമോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റും ബാബിലോണിയൻ ഇൻസ്ട്രുമെൻറ്റും. അതായത് നമ്മൾ പ്രധാനമായും സമയമൊക്കെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ ഇതെല്ലാമാണ് അനാക്സിമാൻഡറിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ സുഹൃത്തുക്കളെ ഓർത്തിരിക്കുക, നോമോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുവന്നത് അനാക്സിമാൻഡർ ആണ്. ഫസ്റ്റ് വേൾഡ് മാപ്പ് പ്രിപ്പയർ ചെയ്തു ബേസ്ഡ് ഓൺ സ്കെയിലിൽ പ്രിപ്പയർ ചെയ്ത വ്യക്തിയും അനാക്സിമാൻഡർ ആണ്. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ടുവന്ന വ്യക്തിയും അനാക്സിമാൻഡർ ആണ്. ഓക്കെ. പിന്നെ തെയ്ലീസിൻ്റെയും അതായത് ശിഷ്യനാണ് അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും നമുക്ക് മാത്തമാറ്റിക്കൽ ജോഗ്രഫിയുടെ ഫൗണ്ടറായിട്ടും ഫാദേഴ്സായിട്ടൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജോഗ്രഫിയൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആളാണ്, ഈ പറയുന്ന വാക്കാണ് അല്ലെങ്കിൽ ആളാണ് ഹെക്കേഷ്യസ് എന്ന് പറയുന്നത്. കാരണം ജോഗ്രഫിയുടെ ഫാദറായിട്ട് കണക്കാക്കുന്നത് ഇപ്പം PSCയിൽ നമ്മൾ ഇറാത്തോസ്തെനസിനെയൊക്കെയാണ് പറയുന്നതെങ്കിലും പൊതുവെ ജോഗ്രഫർ എന്ന രീതിയിൽ നമുക്ക് ആദ്യമായി ഈജസ് പെരിഡോസ് എന്ന് പറയുന്നൊരു പുസ്തകത്തിലൂടെ ജോഗ്രഫിയെ പറ്റി ഒരുപാട് ജോഗ്രഫി എന്ന വാക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോഴും, പക്ഷേ ഡിസ്ക്രിപ്ഷൻ ഓഫ് എർത്ത് ഈജസ് പെരിഡോസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് ആദ്യമായി ലോകത്തെത്തിക്കുന്നത് അദ്ദേഹത്തെ. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ജോഗ്രഫി എന്ന് ഒരു കൂട്ടർ ഇപ്പോഴും കണക്കാക്കുന്നുണ്ട്. ഹെക്കേഷ്യസ് ആണ്. 550 BC to 476 BC ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. സോ ഈസ് നോൺ എ ഫാദർ ഓഫ് ജോഗ്രഫി. കാരണം പിന്നീടാണ് ഇറാത്തോസ്തെനസ് ഒക്കെ വരുന്നത്. ഓക്കെ, ജോഗ്രഫി എന്ന് പറഞ്ഞ വാക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. ഇറാത്തോസ്തെനസ് ആണെങ്കിലും ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ഓഫ് എർത്ത് എന്ന രീതിയിൽ ഒരു പുസ്തകം അന്നത്തെ കാലത്ത് എഴുതിയത് ഇദ്ദേഹം ആയതുകൊണ്ട് ഇദ്ദേഹത്തെയും ഫാദർ ഓഫ് ജോഗ്രഫി എന്ന് പറയുന്നുണ്ട്. ഹി വാസ് എ ഫസ്റ്റ് റൈറ്റർ ഓഫ് ഗ്രീക്ക് പ്രോസ് എന്നും ഓർത്തിരിക്കുക. ഹിസ് വർക്ക് പെരിപ്ലസ് ഗ്രീക്ക് വേർഡാണ്, മീനിങ് കോസ്റ്റൽ സർവേ എന്നൊക്കെ പറയുന്ന പുസ്തകവും വർക്കും ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇദ്ദേഹം ഭൂമിയെ അല്ലെങ്കിൽ എർത്തിനെ അന്നത്തെ വേൾഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയുണ്ടായി, യൂറോപ്പും ലിബിയയും. ഈ ലിബിയ എന്ന് പറയുന്നത് നമുക്കറിയാം ആഫ്രിക്കയിലെ വലിയൊരു രാജ്യമാണ്. ഈ ലിബിയ എന്ന് പറയുന്ന അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു റീജിയണിൽ ഇന്നത്തെ ആഫ്രിക്കയും ഏഷ്യയും ഉൾക്കൊണ്ടിരുന്നു, ഇൻക്ലൂഡ് ചെയ്തതായിട്ടും കാണാൻ സാധിക്കും.
ഇദ്ദേഹം 2 അപ്രോച്ചുകൾ ജോഗ്രഫിയിൽ അന്ന് കൊണ്ടുവരികയുണ്ടായി. നോമോത്തറ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ലോ മേക്കിംഗ് അപ്രോച്ചും അതുപോലെ തന്നെ ഇഡിയോഗ്രഫിക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചും, ഈ സമീപനങ്ങൾ ഇദ്ദേഹം ജോഗ്രഫിക്ക് എന്ന് സംഭാവന ചെയ്യുകയുണ്ടായി. നോമോത്തറ്റിക് ആൻഡ് ഇഡിയോഗ്രഫിക്. അപ്പോൾ ഇക്വേഷ്യസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ആരാണ് ഈ 2 അപ്രോച്ചസ് കൊണ്ടുവന്നത്? ഇക്വേഷ്യസ് ആണ്. ഏതെല്ലാമാണ് ആ അപ്രോച്ചസ്? നോമോത്തറ്റിക് അല്ലെങ്കിൽ ലോ മേക്കിങ്ങും ഇഡിയോഗ്രഫിക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്ന സമീപനം അപ്രോച്ചും ഇദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലും എർത്ത് ഒരു സർക്കുലർ പ്ലെയിൻ ആയിരുന്നു. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ തെയ്ലിസം അനക്സിമെട്രൊക്കെ കണ്ടെത്തിയ പോലെ തന്നെ ഇങ്ങോട്ട് പിന്നീടും അദ്ദേഹവും കണക്കാക്കിയിരുന്നു. സർക്കുലർ പ്ലെയിൻ ആയിട്ടാണ് അദ്ദേഹം കണ്ടെത്തിയിരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നല്ല അറിയപ്പെടുന്ന വ്യക്തിയാണ് ഹെറോഡോട്ടസ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 485 BC ടു 425 BC ആണ്. പറഞ്ഞല്ലോ പോപ്പുലറൈസ് അല്ലെങ്കിൽ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഹിസ്റ്ററി, ചരിത്ര പിതാവ് എന്നാണ്. ഇദ്ദേഹം ഒരു എത്നോഗ്രഫറാണ്. കാരണം ഇദ്ദേഹം ഒരുപാട് കൾച്ചറിനെ പറ്റിയൊക്കെ പഠിച്ച, സോഷ്യോളജിയിലൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്സിൻ്റെ ഒക്കെ തുടക്കക്കാരനും കൂടിയാണ് ഹെറോഡോട്ടസ്. അപ്പോൾ കൾച്ചറിനെ പറ്റിയൊക്കെ പഠിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് സ്ഥലങ്ങളിലെ ആളുകളെ പറ്റിയൊക്കെ, ഒരുപാട് സ്ഥലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചുറ്റപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കൾച്ചറലായിട്ടുള്ള ഒരുപാട് ആസ്പെക്ട്സ് ഇദ്ദേഹം കണ്ടെത്തുകയുണ്ടായി എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഹി അഡ്വക്കേറ്റഡ് ഓൾ ഹിസ്റ്ററി മസ്റ്റ് ബി ട്രീറ്റഡ് ജോഗ്രഫിക്കലി ആൻഡ് ഓൾ ജോഗ്രഫി മസ്റ്റ് ബി ട്രീറ്റഡ് ഹിസ്റ്റോറിക്കലി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. ഓൾ ഹിസ്റ്ററി മസ്റ്റ് ബി ട്രീറ്റ് ജോഗ്രഫിക്കലി ആൻഡ് ഓൾ ജോഗ്രഫി മസ്റ്റ് ബി ട്രീറ്റഡ് ഹിസ്റ്റോറിക്കലി ഇത് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെ ആശയം കൊണ്ടുവന്ന വ്യക്തിയും ഹെറോഡോട്ടസ് ആണ്. അതുകൊണ്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും തമ്മിലുള്ള ആ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയും ഹെറോഡോട്ടസ് ആണ്. ഹി വാസ് ഫസ്റ്റ് സ്കോളർ ടു ഡ്രോ എ മെറിഡിയൻ ഇൻ ദി വേൾഡ് മാപ്പ്. നമ്മൾ നേരത്തെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ടുവന്നു എന്ന് അനാക്സിമെൻറ്ററിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണെങ്കിലും മെറിഡിയൻ, ഈ ഫസ്റ്റ് നമ്മൾ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ സീറോ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സിനെ വിളിക്കുന്ന പേരാണ് മെറിഡിയൻസ്. ഈ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു മെറിഡിയൻ ഡ്രോ ചെയ്ത വ്യക്തി, ആദ്യമായി മാപ്പിൽ വരച്ച വ്യക്തിയും ഹെറോഡോട്ടസ് ആണ്. ഫസ്റ്റ് സ്കോളർ ഹു കൺസിഡർഡ് ഓർ റിഗാർഡഡ് കാസ്പിയൻ സീ ആസ് ആൻ ഇൻലാൻഡ് സീ. കാസ്പിയൻ സീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാർജസ്റ്റ് ലേക്കാണ്, ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് കാസ്പിയൻ സീ. പക്ഷേ അന്ന് അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കാണുമ്പോൾ നമ്മൾ സീ എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഒരു ഏരിയ എക്സ്റ്റെൻഡ് കൊണ്ടാണ്. അപ്പോൾ ഇതിനെ കാസ്പിയൻ സീയെ ഒരു ഇൻലാൻഡ് സീ ആയിട്ട് ഫസ്റ്റ് കൺസിഡർ ചെയ്ത വ്യക്തി ഹെറോഡോട്ടസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എർത്ത് ഫ്ലാറ്റ് ഡിസ്ക് ആയിട്ടാണ്. വീണ്ടും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ആശയങ്ങളൊക്കെ പിന്നീടും ഇവരിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ ഇവർക്കും ഹെറോഡോട്ടസ് എന്ന് പറയുന്ന വ്യക്തിക്കും ഫ്ലാറ്റ് ഡിസ്ക് തന്നെയായിരുന്നു എർത്ത്. ഡിവൈഡഡ് വേൾഡ് ലാൻഡ് മാസ് ഇൻ ടു 3 കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഹെക്കേഷ്യസിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. ഹെക്കേഷ്യസ് എർത്തിനെ നമ്മൾ രണ്ടായിട്ടാണ്, അല്ലെ വേൾഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അല്ലേ, ലിബിയയും അതുപോലെ തന്നെ യൂറോപ്പായിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഇവിടെ ഏഷ്യ എന്ന് പറയുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഏഷ്യൻ കോണ്ടിനെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്ത ഒരു വ്യക്തി ഹെറോഡോട്ടസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അന്ന് 3 കോണ്ടിനെൻറ്റ്സ് ഉണ്ടായിരുന്നു. യൂറോപ്പും ലിബിയയ്ക്കും പുറമെ ഏഷ്യയും കൂടി അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു. അതിനും പുറമെ ഈജിപ്റ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ഈജിപ്റ്റ് എന്ന് പറയുന്നത് നൈലിൻ്റെ സമ്മാനം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഹെറോഡോട്ടസ്. ഗിഫ്റ്റ് ഓഫ് റിവർ നൈൽ എന്ന് പറഞ്ഞ വ്യക്തിയും ആദ്യമായി പറഞ്ഞ വ്യക്തിയും ഹെറോഡോട്ടസ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഗേവ് ദി കോൺസെപ്റ്റ് ഓഫ് വിൻഡ് മൂവ്സ് ഫ്രം കോൾഡ് ടു ഹോട്ട് പ്ലേസസ്. അപ്പോൾ നമ്മൾ ഈ കോൾഡ് വിൻഡിൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവന്ന വ്യക്തിയും ഹെറോഡോട്ടസ് ആണ്. അപ്പോൾ ഹെറോഡോട്ടസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫാദർ ഓഫ് ഹിസ്റ്ററി ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടായ ഓൾ ഹിസ്റ്ററി മസ്റ്റ് ബി ട്രീറ്റഡ് ജോഗ്രഫിക്കലി ആൻഡ് ഓൾ ജോഗ്രഫി മസ്റ്റ് ബി ട്രീറ്റഡ് ഹിസ്റ്റോറിക്കലി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന വ്യക്തിയും, അതുപോലെ തന്നെ വേൾഡിനെ 3 കോണ്ടിനെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതും ഒക്കെ ഹെറോഡോട്ടസ് ആണ്. ഏഷ്യ എന്ന് പറയുന്ന പുതിയൊരു കോണ്ടിനെൻ്റ് ആയിട്ട് അദ്ദേഹം നേരത്തെ കണ്ടെത്തിയതിൽ നിന്ന് പുതുതായി അദ്ദേഹം ഏഷ്യ എന്ന് പറയുന്ന ഒരു കോണ്ടിനെൻറ്റിനെയൊക്കെ വേൾഡ് മാപ്പിൽ ഉൾക്കൊള്ളിച്ചു എന്നതും കാണാൻ സാധിക്കും. അടുത്ത ഫിലോസഫർ, ജോഗ്രഫർ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് പ്ലേറ്റോയെ പറ്റിയാണ്. നമുക്കറിയാവുന്ന 2 പോപ്പുലർ ഫിഗറുകളാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നൊക്കെ പറയുന്നത്, അല്ലേ. അപ്പോൾ പ്ലേറ്റോയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 428 BC ടു 347 BC ആണ്. ഇനി ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് ഡിഡക്റ്റീവ് റീസണിൽ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്. നമുക്കറിയാം ഇൻഡക്റ്റീവ് അപ്രോച്ചും ഉണ്ട്, ഡിഡക്റ്റീവ് അപ്രോച്ചും ഉണ്ട്. അതിൽ ഡിഡക്റ്റീവ് അപ്രോച്ച് അല്ലെങ്കിൽ നിഗമന സിദ്ധാന്തത്തെ പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. ഗ്രീക്ക് സ്കോളേഴ്സ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഡക്റ്റീവ് റീസണിങ്ങിനെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ് പ്ലേറ്റോ. അപ്പോൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ടു പർട്ടിക്കുലർ ആണ്.
അതായത് പൊതുവിൽ നിന്ന് പ്രത്യയത്തിലേക്ക് പോകുന്ന ഒരു ശാസ്ത്രശാല അല്ലെങ്കിൽ ഒരു മേഖല അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണ് ഈ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് അതിനെ പോപ്പുലറൈസ് അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്തതെന്ന് കാണാൻ സാധിക്കും. ഇനി ഫസ്റ്റ് ഗ്രീക്ക് ഫിലോസഫർ ടു പുട്ട് ഫോർ ദി ഐഡിയ ഓഫ് റൗണ്ടഡ് എർത്ത്. അദ്ദേഹമാണ് ആദ്യമായി നമ്മൾ നേരത്തെ എല്ലാം ഫ്ലാറ്റ് ഡിസ്ക്, ഫ്ലാറ്റ് ഷേപ്ഡ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിൽ ആദ്യമായി റൗണ്ട് എർത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ he considered Earth to be center of the universe. ഭൂമി യൂണിവേഴ്സിൻ്റെ സെൻറ്ററായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. മറ്റ് സെലസ്റ്റിയൽ ബോഡീസ് എല്ലാം ഇതിനെ ചുറ്റി കറങ്ങുന്നു എന്നുള്ളൊരു ആശയം, സത്യത്തിൽ അതല്ല നമുക്കറിയാം, എങ്കിലും ഈ ഒരു ആശയം ഭൂമിയാണ് യൂണിവേഴ്സിൻ്റെ സെൻറ്റർ എന്നൊക്കെ പറയുന്ന ഒരു നമ്മളതിനെ പറയുന്നുണ്ട്. നമ്മൾ നോർമലി ഹീലിയോസെൻട്രിക് എന്നാണ് പറയുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ജിയോസെൻട്രിക് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ജിയോ എന്ന് പറയുമ്പോൾ ഭൂമിയാണ് അല്ലേ. ജിയോസെൻട്രിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഒക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് ഈ ഒപ്പീനിയൻ അബൌട്ട് ദി ബാരൻ ലാൻഡ് ഹാസ് ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് സ്കെൽട്ടൺ ഓഫ് എ സിക്ക് മാൻ വെയർ ഓൺലി ദ ബെയർ ഫ്രെയിംവർക്ക് ഓഫ് ദ ലാൻഡ് ലെഫ്റ്റ് ആഫ്റ്റർ ഓൾ ദ ഫാറ്റ് ആൻഡ് സോഫ്റ്റ് എർത്ത് ഹാവ് ബീൻ വേസ്റ്റഡ് അവേ. അപ്പോൾ ഈ ഒരു അതായത് തരിശു ഭൂമിയെ അദ്ദേഹം നമ്മുടെ ഭൂമി അല്ലെങ്കിൽ ഒരു മനുഷ്യനുമായിട്ട് ഉപമപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ ഒരു വയസ്സായ അല്ലെങ്കിൽ പ്രായമായ മനുഷ്യൻ്റെ സ്കെലിറ്റനായിട്ടാണ് ബാരൻ ലാൻഡിനെ കണക്കാക്കുന്നത്, തരിച്ചു ഭൂമിയെ കണക്കാക്കുന്നത്. അതായത് ചെടികളും വൃക്ഷങ്ങളും എല്ലാം നിൽക്കുന്നതിൽ അതൊരു പൂർണ്ണമായുള്ളൊരു മനുഷ്യനായിട്ടും അതെല്ലാം പോയി കഴിഞ്ഞ് എല്ലാം നശിച്ചു കഴിഞ്ഞ് അതൊരു സ്കെലിറ്റൻ അസ്ഥികൂടത്തെ ആയിട്ടാണ് ബാരൻ ലാൻഡിനെ അദ്ദേഹം കൺസിഡർ ചെയ്തിരുന്നത്. അതുപോലെ മാനിനെ, അതായത് മനുഷ്യനെ ഭൂമിയിലെ മാറ്റങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏജന്റ്, സഹായിയായിട്ടും അദ്ദേഹം കണക്കാക്കി. ഹി കൺസിഡർഡ് മാൻ ആസ് ആൻ ആക്റ്റീവ് ഏജന്റ് ഓഫ് ഹൂ ക്യാൻ ചേഞ്ച് ദ എബിലിറ്റി ടു ചേഞ്ച് ദ ഫേസ് ഓഫ് എർത്ത്. മനുഷ്യനെ ഒരുപാട് ഒരു പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കിയ വ്യക്തിയും കൂടിയാണ് പ്ലേറ്റോ എന്ന് പറയുന്ന ജോഗ്രഫർ. അടുത്തത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 384 to 322 BC ആണ്. നേരത്തെ നമ്മൾ പ്ലേറ്റോ ഡിഡക്റ്റീവ് റീസണിങ്, നിഗമന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് പറഞ്ഞെങ്കിൽ ഈ ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. അതായത് പർട്ടിക്കുലർ ടു ജനറൽ, ഓക്കെ, അതായത് പ്രത്യേകത്തിൽ നിന്ന് പൊതുവിലേക്ക് എന്ന് പറയുന്ന കുറച്ചുകൂടി ഈസിയസ്റ്റ് മാർഗം എന്ന് നമുക്ക് കണക്കാക്കാവുന്ന ഒരു അതായത് സിദ്ധാന്തമാണ് ഈ ഇൻഡക്റ്റീവ് റീസണിങ്. അതിനെ പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ഇദ്ദേഹം സ്പെറിക്കൽ എർത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് റൗണ്ടഡ് എർത്തിനെ തന്നെ സ്പെറിക്കൽ എർത്ത് എന്ന് പറയുന്ന ഒരു ആശയം, ഭൂമി ഉരുണ്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ഈ ഫോർമുലേറ്റഡ് ലോസ് ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ, കുറച്ചുകൂടി ശാസ്ത്രീയപരമായുള്ള സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസും ഒക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ഇദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് മീറ്ററോളജിക്ക ഡിസ്ക്രൈബ്ഡ് അബൌട്ട് ദ ഒറിജിൻസ് ഓഫ് ടൈഡ്സ്. ഇദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബുക്ക്, ഒരുപാട് ബുക്ക് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഇവരെല്ലാം പൊളിറ്റിക്സിനും അതുപോലെ തന്നെ ബോട്ടണിക്കും ഒക്കെ ധാരാളം സംഭാവനകൾ ചെയ്ത വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്, അതായത് ജോഗ്രഫി പരമായി പറയുകയാണെങ്കിൽ ജോഗ്രഫിയിൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മീറ്ററോളജിക്ക എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതിൽ അദ്ദേഹം ഒറിജിൻ ഓഫ് ടൈഡ്സ്, നമ്മുടെ വേലികളെ പറ്റിയൊക്കെയുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയുമാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇറാത്തോസ്റ്റെനസ്, നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഫാദർ ഓഫ് ജോഗ്രഫി എന്നൊക്കെ പൊതുവെ PSCയിലൊക്കെ അംഗീകരിച്ചിട്ടുള്ളത് ഇറാത്തോസ്റ്റെനസ് ആണ്. ഫസ്റ്റ് സയൻറ്റിഫിക് ജോഗ്രഫർ ആണ്. നേരത്തെ നമ്മൾ അരിസ്റ്റോട്ടലിലെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒരുപാട് മുന്നോട്ട് വെച്ചതുപോലെ പിന്നീട് വന്നവരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്ത് വന്നവരാണ്. അതിലൊരാളാണ് ഇറാത്തോസ്തെനസ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 276 BC to 194 BC ആണ്. ഹി വാസ് കൺസിഡർഡ് ആസ് എ ഫസ്റ്റ് സയൻറ്റിഫിക് ജോഗ്രഫർ. ദ ടേം ജോഗ്രഫി വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ഇറാത്തോസ്തെനസ്. അപ്പം നേരത്തെ നമ്മൾ ഇതുവരെ ജോഗ്രഫി എന്ന് പറയുന്ന വാക്ക് ഗ്രീസിലൊന്നും പോപ്പുലർ ആയിട്ടില്ല, പക്ഷേ ആദ്യമായി ഈ വാക്ക് പോപ്പുലറൈസ് ചെയ്ത ഈ സബ്ജക്റ്റ് മുന്നോട്ട് കൊണ്ടുവന്ന എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന വ്യക്തിയാണ് ഇറാത്തോസ്തെനസ്. ഫാദർ ഓഫ് ജിയോഡസി, അതായത് ഈ കാൽക്കുലേഷൻസ്, നമ്മൾ ജോഗ്രഫിയിലെ കാൽക്കുലേഷൻസ് ഒക്കെ ജിയോഡസിയുമായി ബന്ധപ്പെട്ടതാണ്. അതും മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഇറാത്തോസ്തെനസ്. സിസ്റ്റമാറ്റിക് ജോഗ്രഫിയുടെ ഫൗണ്ടർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അഡോപ്റ്റഡ് ദ വ്യൂ ഓഫ് അരിസ്റ്റോട്ടിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്പെറിക്കൽ എർത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പിന്നീടും സപ്പോർട്ട് ചെയ്ത് വന്ന വ്യക്തിയാണ് ഇറാത്തോസ്തെനസ്. അതുപോലെ തന്നെ സിസ്റ്റംസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്സ്, നമ്മൾ നേരത്തെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞ അതായത് വേർഡ്സ് കൊണ്ടുവന്നത് അനാക്സിമാൻഡർ ആണെങ്കിലും അതിനെ പിന്നീട് കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്ത ഒരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഗ്രിഡ് സിസ്റ്റം ഒക്കെ ആദ്യമായി കൊണ്ടുവന്ന വ്യക്തി ഇറാത്തോസ്തെനസ് ആണ്. ഹി മെഷർ ആക്യുറേറ്റ്
ആക്യുറേറ്റ് ലെങ്ത് ഓഫ് ഇക്വേറ്റർ. ഇന്നത്തെ ഇക്വേറ്ററിൻ്റെ ഏകദേശം അതിൻ്റെ സാമ്യത്തോട് വരുന്ന മെഷർമെൻറ്റ് ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ഇറാത്തോസ്തെനസ് ആണ്. അതുപോലെ തന്നെ സർക്കംഫറൻസ് ഓഫ് എർത്ത് അദ്ദേഹം കണ്ടെത്തിയത് 25,000 മൈൽസ് ആണ്. ഇന്നത് നമുക്കറിയാം 24,860 മൈൽസ് ആണ്. അപ്പോൾ ഏകദേശം അതുമായി ചേർന്ന് വരുന്ന വാല്യൂ ആദ്യമായി അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ഇറാത്തോസ്തെനസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജോഗ്രഫി എന്ന് പറയുന്ന ആ വേർഡ് കോയിൻ ചെയ്തതാണ്. പിന്നീട് സിസ്റ്റമാറ്റിക് ജോഗ്രഫിയെ പോപ്പുലറൈസ് ചെയ്തു. ഫൗണ്ടറാണ്. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഇക്വേറ്റർ, അതുപോലെ തന്നെ സർക്കംഫറൻസ് ഓഫ് എർത്തിൻ്റെ ആക്യുറേറ്റ് മെഷർമെൻ്റ് ഒക്കെ കണ്ടെത്തിയ വ്യക്തിയും കൂടിയാണ് ഇറാത്തോസ്തെനസ്. നെക്സ്റ്റ് നമ്മൾ ഫൈനലിലോട്ട് വരികയാണ്. അവസാന വ്യക്തികളാണ് പോളിബിസ് എന്ന് പറയുന്നത്. പോളിബിസിൻ്റെ കാലഘട്ടം 210 to 128 BC ആണ്. ഇദ്ദേഹം ഒരു ഫിസിക്കൽ ജോഗ്രഫറാണ്. ഫിസിക്കൽ ജോഗ്രഫിയെ പോപ്പുലറൈസ് ചെയ്ത വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ്, അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചത് പ്രോസസ് ഓഫ് ഇറോഷൻ ആൻഡ് സജസ്റ്റഡ് ഹൗ സ്ട്രീംസ് ഗ്രേഡ് ദെയർ വാലീസ്. അപ്പോൾ നമ്മുടെ ഇറോഷനും അതുപോലെ തന്നെ ജിയോമോർഫോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സ് ഒക്കെ ആദ്യമായി കണ്ടെത്തിയ വ്യക്തിയാണ് പോളിബിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹിപ്പാർക്കസ് ആണ്. ഹിപ്പാർക്കസ് എന്ന് പറയുന്നത് 190 to 120 BC ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇദ്ദേഹം ഫൗണ്ടർ ഓഫ് ട്രിഗ്നോമെട്രി ആണ്. ഇന്ന് ജോഗ്രഫി അല്ല, നമ്മുടെ മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ട്രിഗ്നോമെട്രി. അതിൻ്റെ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ നോമോൺ, സൺഡയലിനെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. ഇവിടെ അതേപോലെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ആസ്ട്രോലേബ് എന്ന് പറയുന്നത്. ആസ്ട്രോലേബ് കണ്ടെത്തിയ വ്യക്തിയാണ് ഹിപ്പാർക്കസ് എന്ന് പറയുന്നത്. ഇതും ഡിറക്ഷൻസ് കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് മറൈൻ ആസ്ട്രോലേബ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സഞ്ചാരികൾക്ക്, കടലിൽ പോകുന്നവർക്കൊക്കെ ഡയറക്ഷൻസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആസ്ട്രോലേബ്. ഇത് കണ്ടെത്തിയ വ്യക്തിയാണ്, ആദ്യമായി ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയാണ് ഹിപ്പാർക്കസ് എന്ന് പറയുന്നത്. ഈ വാസ് ഫസ്റ്റ് ടു ഡിവൈഡ് ദ സർക്കിൾ ഇൻ ടു 360 ഡിഗ്രി. അപ്പോൾ ആ ഒരു ആശയം, നമ്മുടെ 360 ആണല്ലോ സർക്കിളിൻ്റെ സർക്കംഫറൻസ്, ഇത് കണ്ടെത്തിയ വ്യക്തിയാണ് ഹിപ്പാർക്കസ്. ക്രെഡിറ്റഡ് ഫോർ കൺവേർഷൻ ഓഫ് 3 dimensional സ്പിയർ ഇൻ ടു 2 dimensional. അപ്പോൾ 3D അതിനെ 2Dയിലോട്ട് മാറ്റി, അതായത് നമ്മൾ ഗ്ലോബ്, മാപ്പ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു തുടക്കം കുറിച്ച വ്യക്തിയാണ് ഹിപ്പാർക്കസ്. ഡയമെൻഷണൽ പ്ലെയിൻ ആൻഡ് ഡിസൈൻഡ് ഓർത്തോഗ്രഫിക് ആൻഡ് സ്റ്റീരിയോഗ്രഫിക് പ്രൊജക്ഷൻസ്. നമ്മുടെ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് പ്രൊജക്ഷൻസ്. അതിൽ ഓർത്തോഗ്രഫിക്, സ്റ്റീരിയോഗ്രഫിക് പ്രൊജക്ഷൻസ് കണ്ടക്ട് വ്യക്തിയും കൂടിയാണ് ഹിപ്പാർക്കസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഒരാളും കൂടി ഉണ്ട്, നമ്മുടെ ലാസ്റ്റ് ജോഗ്രഫറായിട്ട് പറയുന്നത്. ഇതിൽ ജോഗ്രഫർ കോൺട്രിബ്യൂഷൻസിൽ ലാസ്റ്റായിട്ട് വരുന്ന പൊസിഡോണിയസ് ആണ് കേട്ടോ. പൊസിഡോണിയസിൻ്റെ കാലഘട്ടം 135 to 50 BC ആണ്. ഇദ്ദേഹം അതിൻ്റെ കോൺട്രിബ്യൂഷൻ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ഓഷൻ എന്ന് പറയുന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻസ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനൊന്നുമില്ല. പിന്നെ അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ ആശയമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയങ്ങളാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ പൊസിഡോണിയസിനെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ ഓഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് പൊസിഡോണിയസ് ആണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഗ്രീക്ക് ജോഗ്രഫേഴ്സിൽ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹോമർ ഉണ്ട്, മറന്നുപോരുത്. 4 വിൻഡികളാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബോറസ്യൂറസ്, നോട്ടസ് ആൻഡ് സെഫേറസ് മറന്നുപോരുത്. 2 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, ഇലിയഡ് ആൻഡ് ഒഡീസി. പിന്നീട് നമ്മൾ തേലീസിനെ പറ്റി പറയുകയുണ്ടായി. അദ്ദേഹം ജോമെട്രി, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ട്രഡീഷൻസ് മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. അനാക്സിമാൻഡർ സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം നോമോൺ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡൊക്കെ ആദ്യമായി കൊണ്ടുവന്ന വാക്കുകൾ ഉപയോഗിച്ച വ്യക്തിയാണ് അനാക്സിമാൻഡർ. മാത്തമാറ്റിക്കൽ ജോഗ്രഫിയുടെ തേലീസിൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഫൗണ്ടറാണ്. പിന്നീട് ഹെക്കേഷ്യസ് ഫാദർ ഓഫ് ജോഗ്രഫി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ജെസ്പെരിഡോസ് എന്ന് പറയുന്ന പുസ്തകം, ഡിസ്ക്രിപ്ഷൻ ഓഫ് എർത്ത് എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ് ആണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് എർത്ത് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പുസ്തകം എഴുതിയ വ്യക്തി, ഫസ്റ്റായിട്ട് ആ പുസ്തകം മുന്നോട്ട് വെച്ച ആളാണ് ഹെക്കേഷ്യസ്. പിന്നെ പെറിപ്ലസ് എന്ന് പറയുന്നൊരു കോസ്റ്റൽ സർവേ എന്നൊക്കെ അറിയപ്പെടുന്ന പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭൂമിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, യൂറോപ്പ എന്നും അതുപോലെ തന്നെ ലിബിയ, അതായത് യൂറോപ്പ്, ലിബിയ, ആഫ്രിക്ക ആയിട്ട് കൺസിഡർ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ 2 ആശയങ്ങൾ, നോമോത്തറ്റിക് ആൻഡ് ഇഡിയോഗ്രഫിക് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു, അപ്രോച്ചസും കൊണ്ടുവന്നു. പിന്നെ ഹെറോഡോട്ടസ്, ഫാദർ ഓഫ് ഹിസ്റ്ററി ഓർത്തിരിക്കുക. പിന്നെ മെറിഡിയൻ ആദ്യമായി വരച്ച വ്യക്തി ഹെറോഡോട്ടസ് ആണ്.
ഇവരൊക്കെ ഫ്ലാറ്റ് ഡിസ്ക് ആയിട്ടാണ് എർത്തിനെ കൺസിഡർ ചെയ്തതെങ്കിൽ പിന്നീട് പ്ലേറ്റോ ആണ് ആദ്യമായി റൗണ്ടഡ് എർത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഡിഡക്റ്റീവ് റീസണിങ് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി പ്ലേറ്റോ ആണ്. ഇൻഡക്റ്റീവ് അപ്രോച്ച് കൊണ്ടുവന്നത് സ്റ്റുഡൻ്റ് അരിസ്റ്റോട്ടിലാണ്. സ്പെറിക്കൽ എർത്ത് തന്നെ അദ്ദേഹവും മുന്നോട്ട് വെച്ച ആശയം. പിന്നെ ഇറാത്തോസ്തെനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ജോഗ്രഫി എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ഇറാത്തോസ്തെനസ് ആണ്. സയൻറ്റിഫിക് ജോഗ്രഫർ എന്നറിയപ്പെടുന്നു. അതുപോലെ സർക്കംഫറൻസ്, ലെങ്ത് ഓഫ് ഇക്വേറ്റർ ഒക്കെ വളരെ അന്നത്തെ കാലത്ത് ഒരു ആക്യുറസിയിൽ കണ്ടെത്തിയത് അദ്ദേഹമാണ്. പിന്നെ പോളിബസ്, ഹിപ്പാർക്കസ് ആൻഡ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പോസിഡോണിയസ് ആണ്. ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസും ഓർത്തിരിക്കുക. ആസ്ട്രോലാബ്, ഹിപ്പാർക്കസ് ആണ് ആസ്ട്രോലാബ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ഇൻവെൻറ്റ് ചെയ്തത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺസെപ്റ്റ്സ് ആൻഡ് ട്രെൻഡ്സ് ഇൻ ജോഗ്രഫിയിലെ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഗ്രീക്ക് ജോഗ്രഫേഴ്സ് എന്ന് പറയുന്ന സെഷനാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും സിലബസ് ബേസ് ചെയ്ത് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് നമ്മൾ വരും വീഡിയോസിലും ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു.